ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. കാരണം എല്ലാവരെയും ഇത്രയധികം സ്നേഹിച്ച ഈ ഒരു മനുഷ്യനെ എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന കാര്യങ്ങളെല്ലാവർക്കും തന്നെ അല്ല, ആ ചേട്ടന്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാവർക്കും സഹായങ്ങളും ആവുന്ന വിധത്തിൽ ചെയ്യുന്ന ഒരാളെ ഇത്തരത്തിൽ അപായപ്പെടുത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതുപോലെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പലതവണ പോയി അവിടെ ഞാൻ ഇവരെയെല്ലാം വാൺ ചെയ്തതാണ്. അവരെല്ലാം ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ചേട്ടനെ നമ്മുടെ ഇടയിൽ നിന്നും പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഈ പ്രവൃത്തി അത് അവർക്ക് വധശിക്ഷ വരെ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് നമ്മളിപ്പോൾ അപേക്ഷിക്കുന്നത്. കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും, അതായത് തലേ ദിവസം മുതൽ അവിടെ വന്ന് കയറിയത് ആരൊക്കെയാണ്, അവരെന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നു, അവരെന്തൊക്കെ കഴിച്ചു, അല്ലെങ്കിൽ ഈ ഒരു അംശം എൻ്റെ സഹോദരൻ്റെ ശരീരത്തിൽ മാത്രം എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളും സത്യസന്ധമായ രീതിയിൽ നടത്തിക്കൊണ്ട് അവരെ ഇന്നു മുതൽ ഇപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ട് അവർ കുറ്റക്കാരാണെന്ന് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ, അല്ലെങ്കിൽ എൻ്റെ ചേട്ടന് ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. ഈ റിസൾട്ട് തീർച്ചയായിട്ടും അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ ഇനി നിയമ നടപടികളിലേക്ക് ഞങ്ങൾ വീണ്ടും പോകാൻ ഒരുങ്ങിയാണ്.